ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരുട്ട് അല്ലേ ഇപ്പം കാരണോ ഇവനിപ്പോൾ ഡൽഹിയിൽ വന്ന് ഇറങ്ങിയിട്ട് റൂമിലിരിക്കാറ്റില്ല. ചൂട് തയ്ക്കാനായിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്ത് തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സിനിമ കാണാൻ വന്നില്ല. ചൂട് കഴിക്കാൻ വേണ്ടിയിട്ട് സിനിമക്ക് വന്നു. ഫോണ് ചാർജ് ആകുന്നില്ല ചൂടത്ത്. പുറത്തിറങ്ങിയപ്പോ ഒന്ന് ചാർജ് ആയ ഫോൺ. പെരുംചൂട് പറഞ്ഞ പെരുംചൂട്. നമ്മളൊന്നും ഇപ്പൊ സർപ്പാസ് കയറി ഇറങ്ങി വന്ന് നോക്കുമ്പോ ഒട്ടിക്കത്ത് വിടുക. കാസോളൊക്കെ എന്ത് തണുപ്പാ. വെള്ളം സർപ്പാസ് ഡൽഹി പോകാൻ പൂതിനായി. ഡൽഹിയിൽ നിന്ന് സർപ്പാസ് പോണേ നമുക്ക്. ഹിമാചലിലെ തണുപ്പ് കൊണ്ട് വന്നിട്ട് ഡൽഹി ഇറങ്ങി നോക്കുമ്പോ പൊള്ളുന്ന് പെരുമ്പൊള്ളല്. ഒട്ടിക്കത്തെ ചൂട് എന്ന് പറഞ്ഞാൽ ചത്ത ചൂട് ഗൈസ്. വെള്ളം കുടിച്ചിട്ട് കയറാൻ വിചാരിച്ചു. പുറത്തിറങ്ങാൻ വയ്യ. സൂര്യൻ ഇതാ നിങ്ങൾ തന്നെ നോക്കിതാ പെരുംചൂട്. സൂര്യൻ കണ്ടില്ലേ? പൊട്ടിപ്പൊളിയുന്ന ചൂട്. 15 കൊണ്ട് 4:15 ഷോ. 4:15 ഷോ ആണ്. 4:15 ഷോ. 4 മണിക്ക് ആകെ 8 കിലോമീറ്റർ ഉള്ളൂ. ചൂട് സഹിക്കാൻ വേണ്ടി സിനിമക്ക് ഇറങ്ങിയാണ്. എന്നിട്ട് ഊബർ കയറി നോക്കുമ്പോ ഇയാളാണെങ്കിൽ അരിച്ച് മിക്കവാറും പടം കഴിയുമ്പോഴത്തേനെങ്കിലും എത്തിയതായിരുന്നു. അങ്ങനെ ഓട്ടണേ ചാമ്പി പോയല്ലേ പടം ഐസായ മതി. ഒരു ദിവസം 2 പടക്ക് വെറും കുഴപ്പമില്ല. ഓൾറെഡി രാത്രി ഇതിന് ബുക്ക് ചെയ്ത് അതിന്റെ കൂടി ഒരു കുറയുന്നുണ്ട്. ലൈസൻസ് എടുത്തേ ഇവിടെ ഇങ്ങനെ എല്ലാരും ഒട്ടിക്കല്. ഏതാ പടം മക്കളെ. ഒരു രക്ഷയില്ല. ഓ, അതിനൊരു ക്യാമിയോ ഉണ്ട്. തിയേറ്റർ കൊണ്ടേ ഫുള്ള് വെറും 10 മിനിറ്റ് റോളേ ഉള്ളു. ഫുൾ തിയേറ്റർ ഉണ്ട്. പടം കാണുക ഓട് പാടോ. ഒരു രക്ഷയില്ല. കിടിൽക്കാച്ചി പടം. പക്ഷെ പടം എങ്ങനെയായിരുന്നു? മൂട് പടം. ചിരിച്ചു മരിച്ചു. ഡൽഹി വന്ന് നമുക്ക് മുതലായി. ചൂടെടുത്താൽ നമ്മള് അടിപൊളി പടം കണ്ടു. 3 മണിക്കൂർ ചൂടിനോടെ വന്നത്. പക്ഷെ കിടിക്കാച്ചി സാധനം. പടം എങ്ങനെയുണ്ട്? കുറച്ച് പറയാനുണ്ട്. കിട്ടിയില്ല. ഓ രസം. ചിരിച്ചില്ലേ വയറുവേന എടുക്കും. ഇപ്പൊ വിശക്കുന്നു. നല്ല പടമുള്ള കിടില പടം. ബേസില് ടോവിനോ. ബേസില് വേറെ ഞാൻ പേടിച്ചിട്ടല്ലോ ചങ്ങായി. ഇങ്ങനെ ക്യാമിയൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ സിനിഫയിലാണ്. ഞാൻ അതിന് അങ്ങനെ പുറത്തുവിടില്ല. ബേസിൽ മോനെ ടോപ്പ് ചങ്ങായി. ഓ എനിക്ക് ഇഷ്ടപ്പെട്ട് കൊണ്ടോട്ട് വേറെ ലെവല്. ടോവിനോ ആക്കി ഞാൻ പേടിച്ചില്ല. ഓനേതൊരു ഇന്റർവ്യൂല് പറഞ്ഞു ടോവിനോനെ ഇങ്ങനെ സെലക്ട് ആക്കി. ടോപ്പ് വൻ കാസ്റ്റ് ഇട്ടാ. എന്റെ ഇത്ര തന്നെ റിവ്യൂ. പരിപാടി നമ്മള് തണുപ്പ് കൊള്ളാൻ വേണ്ടി കയറിയതാണ്. പക്ഷെ പടവും കിടില. ഈ തണുപ്പും കൊണ്ട് രാത്രിയായി നമ്മളിതാ പുറത്തിറങ്ങി. ഇപ്പൊ ഡൽഹിയിലെ ചൂട് ഏകദേശം തണുത്തു തുടങ്ങി. ഒരു സമാധാനം വെള്ളം കൊണ്ട് വെറുത്ത്. പെണ്ണെട്ടിയില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക, കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓ ചെക്ക സത്യം പറഞ്ഞാല് 1 മാസമായിട്ട് ഹിമാചലൊക്കെ ഇറങ്ങി അടിച്ച് മൂടായിട്ട് ഈ പെരുംചൂടിൽ വന്നിറങ്ങിയപ്പോ ആകെ കരിഞ്ഞ ചിക്കൻ ഫ്രൈ ആവട്ടമായി കരിഞ്ഞ് ഉണങ്ങിയിട്ട് കടന്ന് നിന്ന് തുള്ളല്. ഗൈസ്, നമ്മള് ഫുഡ് കഴിക്കാനുള്ള പുറപ്പാടാണ്. എവിടെയെങ്കിലും പോയിട്ട് ഫുഡോ കാര്യങ്ങളോ കിട്ടുമോക്കട്ടെ. ഫസ്റ്റ് മെട്രോ പിടിക്കണം. എന്നിട്ട് മെട്രോ കയറിയിട്ട് കാണാം. വീട്ടിലും പടം മക്കളെ. ആരെങ്കിലും അതിരടി കാണാത്തുണ്ടെങ്കിൽ പോയി കണ്ടോളി. അതിന്റെ ചർച്ചയാണ് ഇതായി നടക്കണത്. പടത്തിന്റെ ചർച്ച. ഗൈസ്, ഡൽഹിയിലെ ട്രാഫിക് നോക്കിങ്ങള്. തിരക്ക് ഏതാ തിരക്ക്. ഒരു സിഗ്നലിൽ വന്ന് നിന്നാ പിന്നെ നോക്കണ്ട. 3-4 മിനിറ്റ് നിക്കന്നെ മണിക്കൂറോളം ഒക്കെ ചിലപ്പോ നിക്കേണ്ടി വരും. ഇവിടെ അമ്മാരി ട്രാഫിക് ആണ് ഡൽഹി. പറയണ്ട, അറിയാലോ. പാട്ടൊക്കെ കണ്ട് മൂടായി. ഇനിയിപ്പോ
അടുത്ത പടത്തിന് പോകണം. ഒന്ന് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനുള്ള ടൈമേ ഉള്ളൂ. ഫുഡ് കഴിക്കലു നേരെ അടുത്ത പടം. ഇതാണ് പരിപാടി. ഇന്നത്തെ ദിവസം ഫുൾ ഷെഡ്യൂൾഡ് ആയി മാതിരിയാണ്. കയറി ഇറങ്ങാം അടുത്ത തിയേറ്ററിൽ പോവാ, അപ്പുറത്തെ തിയേറ്ററിൽ പോവാ. നമ്മൾ പോകുന്ന തിയേറ്റർ നരയണ കേട്ടോ, PVR നരയണ. മറ്റേ ശോകം തിയേറ്ററാണ് സത്യം പറഞ്ഞാൽ. വീണ്ടും പിരിഞ്ഞവരെ നമ്മൾ വീണ്ടും കണ്ടുകിടേ. ഊറ തിയേറ്ററാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചൊന്ന് മെച്ചപ്പെട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അവളാണെങ്കിൽ അടുത്ത കറുപ്പാണ് നമ്മൾ കേണ്ണാൻ തിയേറ്ററാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. സോളയിൽ ചൂട് തിയേറ്ററാണ്. ഏതാ മക്കളെ കാർ നോക്കിയ ഐഷ് എൻ്റെ മോനെ. നമ്മൾ നരയണയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മെട്രോ തേടി. എപ്പോഴാ ഫോണ് പോവാ അറിയില്ല, അങ്ങനെ പിടിച്ചിക്കണേ. ഇനി മെട്രോയിൽ എത്തിയിട്ട് കാണാം. ഇവിടുന്ന് ഇനി ഇത് പിടിച്ച് നടന്നാലേ ഫോൺ ഇട്ടുണ്ടാവില്ല. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ട്രെയിൻ പക്കറ്റ് ചെയ്തിട്ട് മെട്രോ കയറിയിട്ട് നമ്മൾ എവിടത്തേക്ക് പോവുകയാണ്? ദുർഗാബായിലേക്ക് പോവുകയാണ്. ദുർഗാബായി ദേശ്മുഖ്. ഓ ഞാനൊരു നരൻ, ഈ ജന്മം നേടിയ നരൻ. ആർക്കാണ്? ആരാണ്? കാര്യമായിട്ട് മെസ്സേജ് അയക്കാം ആശാനെ. ആരാടാ? താസിമിന് സംസാരിക്കണം. സംസാരിക്കൂ. ഗേൾസ് കോളേജാണ് എന്ന് പറഞ്ഞപ്പോൾ ചാടി വെക്കണതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഫുഡ് കഴിക്കാൻ കയറി ഓർഡർ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ട് വീഡിയോ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഓർഡർ എടുക്കാൻ മാച്ചാൻ വന്ന പോലത്തെ മാച്ചാനൊക്കെ അയ്യോ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്നത്. കിട്ടില്ല പൊറോട്ട പറഞ്ഞ് കിട്ടില്ല പൊറോട്ട. അത് എമ്മാതിരി സോഫ്റ്റ് അറിയും. നാട്ടിലത്തെ നമ്മളെ പൊരിച്ച പൊറോട്ട അല്ലേ, ഇത് ചിക്കൻ നിറച്ചിട്ട് കിട്ടുന്നത്, ആ സാധനം സെയിം സാധനം കിട്ടില്ല പൊറോട്ട. നമ്മളൊരു പൊറോട്ടയ്ക്ക് വേണ്ടി എത്ര കാലേറെ ഇവിടെ കൊതിക്കുന്നു. സത്യയിലൊരു പൊറോട്ട ഇടാൻ നല്ലത്. ഇങ്ങനെ കീമ പൊറോട്ട എടുത്തിട്ട് കുത്തി ഇങ്ങനെ എടുക്കുക, പീസ് എടുക്കുക. ഇതന്നെ 4-5 തൊട്ട് എന്തായാലും ഒന്നും. ഈ മണി എന്തിനുള്ള വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുത്തിട്ട് കിടിക്കിടാന്നടിക്കുക. അതായത് ഫുഡ് ഇഷ്ടപ്പെട്ടവർ വരിക, ഇതെടുക്കുക, അതിങ്ങനെ ക്ലീലീന്നടിക്കുക. ഗൈസ്, അങ്ങനെ നമ്മൾ ഒരു പടം കണ്ട് അടുത്ത ഫുഡ് അടി കഴിഞ്ഞ് അടുത്ത പടത്തിന് പോവാണ്. ഇനി നേരെ ചെന്ന് അടുത്ത പടത്തിന് കയറാം. കുറച്ച് വോയിസിൽ കുറച്ച് ഇടങ്ങാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മൈക്ക് ഓഫായി, ചാർജ് കുത്തിടാൻ മറന്നു ചെയ്തു. അപ്പോൾ അടുത്ത സിനിമയാണ് നമ്മൾ അടുത്ത തിയേറ്ററിൽ, ജസോള അപ്പോളോ. കുറേ കാലം ഗൈസ് സൂര്യന് തിയേറ്ററിൽ കണ്ടിട്ട് കിട്ടില്ല പടാന്ന് അറിയുന്നത്. പോയി കണ്ടോട്ടെ. ഇനി അടുത്ത തിയേറ്റർ കുല്ലിക്കണം. തിയേറ്റർ ഗൈസ് പസഫിക് മാൾ, ജസോള അപ്പോളയിലെ പസഫിക് മാൾ. വാവ്, ലൈറ്റിംഗ് ഒക്കെ കണ്ടില്ലേ? എല്ലാ ലൈറ്റിംഗ്. നമ്മൾ സ്ഥിരമായി പടം കാണാൻ ഇവിടെയാണ് വരുന്നത്. എന്താല്ലേ ഇവിടുത്തെ കിട്ടിയില്ല സ്പീക്കർ. സൗണ്ട് ക്വാളിറ്റി പറഞ്ഞാണല്ലോ ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ക്വാളിറ്റി. അവിടുത്തെ കിണ്ണങ്കാച്ചി സൗണ്ട് ക്വാളിറ്റി. അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരമായി പടം കാണാൻ ഇവിടെ വരുന്നത്. ഒരു രക്ഷയില്ല. ഡൽഹിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പടം കാണുന്നുണ്ടെങ്കിൽ നേരെ ജസോള അപ്പോളോ വരിക, പസഫിക് മാളിൽ കയറുക, ഇവിടെ നിന്ന് പടം കാണുക. കിട്ടിയില്ല സൗണ്ട് ക്വാളിറ്റി, സ്ക്രീൻ ക്വാളിറ്റി ഒക്കെയാണ്. യാറണ്ടവേ ഇക്ക താസിമിക്ക. ഡൽഹിയിലെ കുട്ടികളുടെ വീക്ക്നെസ് ആണ് താസിമിക്ക. കണ്ടില്ലേ ഇക്ക താസിമിക്ക.
താസിമിന്റെ കടിയും കൊണ്ട് നമ്മളിതാ മെഗ്ഡി കയറിയിട്ട് കോൺ മാംഗോ മിനി വേപ്പിൾ കോൺ കഴിക്കുകയാണ് താസിമിന് കടി ഒടുക്കത്തെ കടി കുറച്ച് പൈസ വന്ന് കയറിക്കണ തോന്നുന്നു അതിന്റെ കടിയാണ് ഈച്ചകളെ ഇവിടെ ഉണ്ടല്ലോ വന്നു ഗൈസ് ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചതല്ല പക്ഷേ വന്ന സ്ഥിതിക്ക് കഴിക്കാണ്ട് കണ്ടില്ലല്ലോ എത്രയും പെട്ടെന്ന് വരണം വന്നില്ലെങ്കിൽ പോകും ആ താഴ്മേ ഡൽഹി ജീവിതം ഒന്നാല ഇവനെ ഞങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാം എവിടെയെങ്കിലും കണ്ടാൽ തലവട്ടം കണ്ടാൽ ഓടുക യാറടാ ലൈഫ് ഷെബൂട്ടനൊക്കെയാണ് ലൈഫ് ആട് ചവക്കണേനെ ആട്ട അവസ്ഥേനെ നിങ്ങളെ മാതിരല്ലേ ഞാൻ ഫേക്കല്ലേ ഞാൻ പോയിക്കൊണ്ട ആളെ അത്രേ ഉള്ളൂ മുഖം കൂടി വരുന്നതാ എന്താ വായിക്കണത് ആട് ആട് തോവാ മക്കളെ ഏതാ പടം ഒരു രക്ഷയല്ല കിടില പടം സൂര്യനെ പോയി കണ്ടിരിക്കാനോ പിന്നെ പാട്ടടിച്ച് തൊള്ളാനോ കേട്ടോ തൃശ്ശേക്ക് മണിക്ക് കടന്നുറങ്ങി കുട്ടിയാട്ടോ ഒരു രക്ഷയില്ല പാട്ടം ദൃശ്യം ഭയങ്കര കോമ്പിനേഷൻ വിജയ്ക്ക് കോംപ്ലക്സ് അടിച്ചിട്ടുണ്ടോ വിജയ് സൂര്യന്റെ ലുക്ക് ഭയങ്കര സൂര്യന്റെ കണ്ണ് സൂര്യന്റെ കണ്ണൊക്കെ ഉണ്ടല്ലോ നോക്കിയിരിക്ക ഏതാ കണ്ണ് സാധനം സൂര്യ തപ്പട്ടെ രക്ഷല അത് കഴിഞ്ഞിട്ട് പാട്ടിന് വന്നിരിക്കുക കിട്ടിയില്ല തിയേറ്ററിൽ പോയിരിക്കുക പാട്ട് കേൾക്കുക പാട്ടിന് വേണ്ടി പോയിരിക്കുക കിണ്ണങ്കാച്ചി പാട്ട് തരിപ്പ് കയറൂ തരിപ്പ് രാത്രി വരും കുതിരയില് പാർക്കിലേക്ക് വരില്ല കേട്ടോ അന്നൊക്കെ കിടത്തി ഉറക്കാൻ രാവിലെ വരെ പാർക്കിലാ വണ്ടിയൊക്കെ സ്പ്ലിറ്റ് രണ്ടടിച്ചു സുഖമില്ലാത്ത കുട്ടികൾ കറുപ്പയ്യസ്വാമിനെ വിളിക്കട്ടോ കറുപ്പയ്യസ്വാമിനെ വിളിക്കേ വേണ്ട വേണ്ട സ്വാമി
തലക്കില്ലാത്ത സുഖമില്ലാത്ത കുട്ടിയാണ്. അപ്പോൾ ഗൈസ് നമ്മളെ പടം കാണലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ ദിവസം ഒരു ഫുഡ് കൂടി അടിച്ചിട്ട് ഓൾറെഡി അടിച്ചു, ഒന്നുകൂടി ലൈറ്റായി കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നല്ല ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഊബർ പിടിച്ചിട്ട് തിരിച്ച് ഫുഡ് അടിക്കാൻ പോകാനുള്ള പാടുകൾ നോക്കട്ടെ. ശരി ഗൈസ്. അതെ, നീ അജുവിന്റെ ഇത് നാടുക്കും പിന്നെ ഇതൊരു പൊന്നപ്പനാ. ഇവര് എന്തൊക്കെ കാണിക്കുന്നു. അതെ, ഞാൻ ഓടൂലട്ട, പിന്നെ ഞാൻ വീഴും. എന്നിട്ട് കാണിക്കൂ. ആ പി പി വിളിച്ച് അതൊക്കെ കിട്ടി. എടാ എന്താണ് നാരി, നല്ല നാരിക്കണേ. എല്ലാരും ചവിട്ടി പുറത്ത് ഇറങ്ങി പുറത്തോട്ട് എനിക്ക് എത്ര 2x ഇട്ടാണ് അതിന്റെ വീഡിയോ എടുക്കുന്നത്. തലവൻ പുറത്താക്കി. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. പുറത്താക്കി എന്താണ്ട് ആജിമ തരിപ്പായോ കറുപ്പയ്യ സ്വാമി. ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മൂവി കണ്ടു, കറുപ്പയെ റിവ്യൂ ചെയ്യിക്കാം. ഇത് എങ്ങനെ കറുപ്പയ്യ മൂവി കണ്ടിട്ട് എങ്ങനെ തോന്നി? വിജയായിരുന്നു, സൂര്യ ക്യാമറമാൻ ശരിയില്ല ഗൈസ്. ഞങ്ങൾ ക്യാമറമാനെ മാറ്റിട്ട് ഞങ്ങൾ പുതിയൊരു വ്ലോഗ് തുടങ്ങുന്നതായിരിക്കും. യാ, എന്റെ വ്ലോഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റൈല് നോക്കടി, സ്റ്റൈല് നോക്കടി. വീഡിയോ ആണല്ല മണ്ട. അപ്പോൾ ഗൈസ് സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അന്നത്തെ ദിവസം ഏകദേശം കഴിഞ്ഞു. ഇനി നാളത്തെ ദിവസം നാളെ കാണാം. ബൈ.